ഇപ്പോൾ സെലിബ്രിറ്റി ആയിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഓപ്പണായിട്ട് തുറന്നു പറയാൻ പേടിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ പല ഇൻ്റർവ്യൂസിലും ഷെയർ ചെയ്യാറുണ്ട്, നമ്മളിപ്പോൾ ഒരു സെലിബ്രിറ്റിയാണ്, നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 തവണ ആലോചിക്കും. അതിൻ്റെ പിറകെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളത് സൈബർ ആക്രമണം നേരിടുന്ന ഒരുപാട് പേരറിയാം. പക്ഷേ സാറ് പലപ്പോഴും ഈ വിമർശനങ്ങൾ, രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെയും FBയിൽ ഷെയർ ചെയ്യാറുണ്ട്, തുറന്ന് ഓപ്പണായിട്ട് ആരെയും ഭയക്കാതെ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു നടനാവുമ്പോൾ ഇത്രയും പബ്ലിക് ഫിഗർ ആവുന്ന സമയത്ത് എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുന്നത്? അതിന് ചുറ്റും ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വരില്ലേ? കാരണം നിങ്ങളെ മനസ്സ് എന്ന് പറയുന്ന സാധനം എപ്പോഴും നിങ്ങളോട് സേഫ് സോണിലിരിക്കാനാണ് പറയുക. കാരണം അതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പേടി എന്ന് പറയുന്ന ആ ഭയം എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ സേഫ് സോണിന് വേണ്ടി അത് ഉണ്ടാക്കി വെച്ചൊരു സാധനമാണ്. അവിടെ ഇരുന്നാൽ മതി, അത് ചെയ്യണ്ടെന്നാണ് പറയുക എപ്പോഴും മനസ്സ് പറയാം. എന്തിനാണ് അവിടെ പോണത്? വേണ്ട, ഇവിടെ ഇരിക്കുന്നതല്ലേ സുഖം, അങ്ങോട്ട് പോകും, പോണ്ട, ഇവിടെ ഇരുന്നോ, അത് ബൈക്കിൽ പോകണം, അങ്ങനെ പോണ്ട, റിസ്ക്കാണ്, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നൊക്കെ നിങ്ങൾ ഈ മനസ്സ് പറയുന്നത് കേൾക്കാതിരിക്കുന്നു, അപ്പോഴാണ് നിങ്ങൾ സ്വതന്ത്രനായൊരു മനുഷ്യനും ആയി മാറുക. നിങ്ങളുടെ മനസ്സിൻ്റെ ഉടമ നിങ്ങളായിരിക്കണം. അല്ലാതെ മനസ്സ് നിങ്ങളെ ഉടമയാവുന്ന കാലത്തോളം നിങ്ങൾക്ക് ഈ പേടിയും കാര്യങ്ങളിലും ജീവിക്കേണ്ടി വരും. അപ്പോൾ പേടിയില്ലാത്ത ഒരു സ്ഥലം എന്ന് പറയുന്നത് മനോഹരമായ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു സ്ഥലമാണത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അത്. ഞാൻ മാത്രമല്ല കേട്ടോ, അങ്ങനെ വലിയ വർത്താനം പറയല്ല, നിരവധി ആളുകൾ അങ്ങനെ ഉള്ളവരുണ്ട്. അതുകൊണ്ട് ഈ തുറന്നു പറച്ചിലുകൾ മാത്രമല്ല ഞാൻ പറയുന്നത്, സാധാരണ ജീവിതത്തിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കുറേ കാര്യങ്ങളിലാണത്. അങ്ങനെ വരുമ്പോഴേ ജീവിതത്തിൽ രസം ഉണ്ടാവുള്ളൂ, കണ്ണാടിയിൽ നോക്കുമ്പോൾ രസം ഉണ്ടാവുള്ളൂ. അതൊരു വലിയ കാര്യമാണ്. ഇപ്പം ആക്ടർ കഴിഞ്ഞ് ഇപ്പം ചിലർ പ്രൊഡ്യൂസർ ആവുന്നു, ഡയറക്ടർ ആവുന്നു, സ്ക്രിപ്റ്റ് റൈറ്റർ ആവുന്നു, ഓരോരോ അടുത്ത ഘട്ടത്തിലേക്ക് പോവാണല്ലോ. അങ്ങനെ ഒരു ആഗ്രഹം രണ്ടുപേർക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? இல்லை, எனக்கு இருக்கு. மேபி ஆஃப்டர் ஒரு 10 years ஐ வில் டைரக்ட் அ ஃபிலிம். ஓகே, ஹிஸ்டாரிக். பிகாஸ் நம்ம சவுத் ஹிஸ்ட்ரி வந்து இன்னும் நிறைய சொல்லலை ஆஸ் அ சினிமா. ஸோ அந்த விஷயங்கள்லாம் கொஞ்சம் படமாக பண்ணலாம் அப்படின்னு ஒரு இன்ட்ரெஸ்ட் இருக்குது. மேபி அது ஆஃப்டர் 10-15 years നടക്കും. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് സാർ. അങ്ങനെ ഈ 2025 പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. അടിപൊളി. സംവിധാനം അങ്ങനെ മാത്രമല്ല, സിനിമയുടെ മറ്റു മേഖലകളിലേക്കുള്ള ചില പ്രഖ്യാപനങ്ങളൊക്കെ സംഭവിക്കാം. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് അതിന്. അത് ഇപ്പം ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും അത്തരം കാര്യങ്ങളിലേക്ക്? അങ്ങനെ ഇൻസ്പയർ ചെയ്തിട്ടല്ല, നമ്മളിങ്ങനെ എത്തിപ്പെടുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു സമയമാകുമ്പോൾ അങ്ങനെ അവിടേക്ക് എത്തിപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു തീരുമാനങ്ങളാണ്. അപ്പോൾ നമ്മുടെ സിനിമ തിയേറ്ററിൽ റിലീസിന് ഒരുങ്ങാണ്. ഇപ്പം നമ്മൾ ട്രെയിലറിൽ കണ്ടതും അതുപോലെ തന്നെ നമ്മൾ ഈ സിനിമയെക്കുറിച്ച് വായിച്ചതല്ലാതെ ഈ സിനിമ എന്താണ് ശരിക്കും പ്രേക്ഷകർക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത് ചോദിക്കുകയാണെങ്കിൽ? ഈ ജനുവരി 3 റിലീസാവാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിനിമ നിങ്ങൾ മലയാളി കാണേണ്ട ഒരു തമിഴ് സിനിമയാണ്. കാരണം അതൊരു സത്യത്തെ പിന്നാലെ പിന്തുടരുന്നൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഈ യാത്ര വെറുതെയുള്ളൊരു യാത്രയല്ല. ഈ ശബരിമല യാത്ര അധികം തിരഞ്ഞെടുത്തതും, പിന്നെ സംവിധായകൻ ഇങ്ങനെ ഒരു ശബരിമല യാത്രയും അതിൻ്റെ പ്ലോട്ടൊക്കെ തിരഞ്ഞെടുത്തും ആ ഒരു സ്ഥലത്തേക്ക് ഈ കഥാപാത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ വെറുതെ ഉണ്ടായൊരു സംഭവമല്ല. അതിലൂടെ തന്നെ ഒരു മലയാളി തമിഴ് ബന്ധത്തിൻ്റെ വലിയൊരു സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു കഥ പറയുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും കുടുംബസമേതം തന്നെ ഇരുന്ന് കാണേണ്ട ഒരു സിനിമയാണ്. പിന്നെ അത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നും, നമ്മൾ ജീവിതത്തിൽ ഓരോ സമയത്ത് ഓരോന്ന് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് തോന്നും ഈ സിനിമയൊക്കെ എവിടേക്കോ നിങ്ങൾക്ക് തോന്നും. ആ തോന്നലുണ്ടാവുന്നു എന്ന് പറയുന്നത് തന്നെ ഈ സിനിമയുടെ വലിയൊരു വിജയമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇപ്പോൾ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അപ്പം നമുക്കൊരു സ്റ്റേജ് ചെയ്യുമ്പോൾ ഇന്ന കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കാമെന്നൊരു ഐഡിയ വരും. ചിലപ്പോൾ ഈ സൗഹൃദത്തിൻ്റെ പേരിൽ ചില തിരഞ്ഞെടുപ്പുകൾ നടത്താറുണ്ട്. ഹരീഷ് സാർ എങ്ങനെയാണ് ഒരു കഥാപാത്രത്തിന് തിരഞ്ഞെടുക്കണേ? എന്നെ സംബന്ധിച്ചോളം ഞാൻ സെലക്ട് ചെയ്യാറില്ല. സെലക്ഷൻ എന്ന പരിപാടി ഒരു ചെറിയ ഘട്ടത്തിലുള്ള ആളുകൾക്കുള്ളതാണ്. അത് ഞാൻ തുറന്നു പറയാം. അതായത് നമ്മൾ എന്തിനാണ് സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ഒരു ഭയം, പേടി, നേരത്തെ പറഞ്ഞ പോലെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ സെലക്ഷനൊക്കെ തുടങ്ങുക. എന്നെ സംബന്ധിച്ച് ഞാൻ സെലക്ട് ചെയ്യാറ്. എന്നെ സെലക്ട് ചെയ്യുന്നത് എൻ്റെ ഡയറക്ടേഴ്സാണ്, എൻ്റെ സംവിധായകരാണ്. അവർ എന്നെ സെലക്ട് ചെയ്തിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അവർ എന്നെ സെലക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും. അത് ചെറിയൊരു കഥാപാത്രമാണെങ്കിൽ പോലും, ചെറിയൊരു എന്തെങ്കിലും ഒരു പ്രത്യേകത ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് എന്നെ സെലക്ട് ചെയ്തിട്ടില്ല ആരും. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സംവിധായകരെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ ആ സെലക്ഷനിൽ ഒരു അർത്ഥമില്ല എന്നാണ് ഞാൻ വിചാരിക്കില്ല. അത് എന്നെ തേടി വരുന്ന ആളുകളല്ലേ, എന്നെ തേടി വരുന്ന ഞാനാണ് ജീവൻ കൊടുക്കേണ്ടത്. അപ്പം ഞാൻ എൻ്റെ ശരീരം കൊടുക്കാൻ പൂർണ്ണമായിട്ടും തയ്യാറാണ്.